നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ പുതിയ മോഡലായിട്ടുള്ള ഒരു 5G മോഡലായിട്ടുള്ള F42 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളൊരു വിധം ഈ ഒരു ഫോണിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിൽ വാങ്ങിക്കുന്നത് ബന്ധപ്പെട്ട ഡൗട്ടുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് F42 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം F42 5G എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ സാംസങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഗാലക്സി F42 5G എന്ന് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, ജസ്റ്റ് വായിച്ചുതരാം. അതായത് ഒരു 5000 mAh ബാറ്ററി ഉണ്ട്, ട്രിപ്പിൾ ക്യാമറയാണ്, പിന്നെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്, 8 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ഒരു ഇന്ത്യൻ ഫോണാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ IMEI നമ്പറും പിന്നെ സാർ വാല്യൂയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. സാധാരണ മെയിൻ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു സെയിം ഒരു എന്താ പറയുക ബോക്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ചാർജർ കിട്ടുന്നുണ്ട്, അതൊരു 15 വാട്ട് ചാർജറാണ്. പിന്നെ ഒരു Type C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞി ബോക്സ് ഉണ്ട്, അതിനകത്ത് ഒന്നുമില്ല. ഞാൻ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ വിചാരിച്ചു അതിനകത്ത് ഒരു ഇയർഫോണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിച്ചു. വെറുതെ ഒരു ഭംഗിക്ക് ചെറിയൊരു കുഞ്ഞി ബോക്സ് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും മോഡലിൻ്റെ ഇത് ഹെഡ്സെറ്റായിട്ട് വരാനായിരിക്കാം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തൊരു സിം കാർഡ്, സിം എജക്റ്റിംഗ് ടൂളും വരുന്നുണ്ട്. പിന്നെ ഒരു വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. ഒരു ചെറിയൊരു അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, അത് 15 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കിട്ടുന്നത്. പിന്നെ Type C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സിം എജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F42 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈന് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ അത് പൊളിച്ചിട്ട് ഇതിനകത്ത് നമുക്കിത് എടുത്തിട്ട് ശരിക്കും കാണിച്ചു തരാം. ഞാൻ ഈ ഫോൺ ഓൾറെഡി കുറച്ച് നേരം ഒന്ന് ഓണാക്കി ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയിലേക്കും അതിനെക്കുറിച്ച് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ നോക്കാം. അപ്പോൾ കൈനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കണ്ടോ, അത്യാവശ്യം കുറച്ച് വലിയ ഫോൺ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ ബാക്ക് സൈഡ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഗ്ലാസി ഫിനിഷ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്, ഒരു ഗ്ലോസി അല്ല മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ക്യാമറ ഡിസൈനിൽ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ തൊട്ട് മുൻപ് ഒരു സാംസങ്ങിൻ്റെ തന്നെ A22 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ അന്ന് അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട, എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം ഫോൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ട് സീരീസ് മാറ്റി ഇറക്കിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു F സീരീസ് ഫോണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഡിസൈൻ വൈസൊക്കെ നമ്മൾ മുൻപ് സാംസങ്ങിൻ്റെ ഫോണുകൾ കണ്ടിട്ടുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സൈഡിൽ നോക്കിയാൽ തിക്നെസ്സൊക്കെ അത്യാവശ്യമുണ്ട്. ഒരു 5000 mAh ബാറ്ററിക്ക് വേണ്ട സെയിം തിക്നെസ് തന്നെയാണ് ഇവിടെ വരുന്നത്. സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളൊക്കെയും ഇവിടെ തന്നെയാണ് വരുന്നത്. ഡിസൈൻ വൈസ് അത്യാവശ്യം കുഴപ്പമില്ല. താഴെ നോക്കിയാൽ ഇത്തരത്തിൽ Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, പിന്നെ സ്പീക്കറിൻ്റെ കീഴിൽ വരുന്നുണ്ട്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡയമെൻഷനലി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. നല്ലൊരു കുറച്ച് വലിയ ഫോൺ തന്നെയാണ്. നമ്മൾ സാധാരണ മുൻപ് കുറേ ഫോണുകളകത്ത് കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഒരു ഡയമെൻഷൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. ഇതാണ് ഈ ഫോണിൻ്റെ ഓൺ ആക്കുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നുണ്ടോ, LED ഒന്നുമല്ല. ഈ ഒരു 20 എബോവ് പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ഒരു LED ഡിസ്പ്ലേ ഒക്കെ കിട്ടാറുണ്ട്. ഇവിടെ നമുക്ക് LED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് F സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ, കാരണം പ്രൈസ് റേഞ്ച് കുറഞ്ഞ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ അത് കൊടുക്കാമായിരുന്നു. കാരണം 20 റേഞ്ചിനകത്ത് ഇപ്പോൾ അതർ ബ്രാൻഡ് ഓഫ്ലൈൻ ബ്രാൻഡ് ആയാൽ കൂടി സൂപ്പർ AMOLED ഡിസ്പ്ലേകളും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വരുന്ന ഫോണുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതൊരു നെഗറ്റീവായിട്ട് കാണുന്ന ആവശ്യമൊന്നുമില്ല. ഇനി നോക്കുമ്പോൾ ഇതൊരു ഡിസ്പ്ലേ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നമുക്ക് നല്ലൊരു കളർഫുൾ തന്നെയാണ്. താഴെ നോക്കുമ്പോൾ അത്യാവശ്യം ചിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ വളരെ ബെസ്റ്റ് സെല്ലേഴ്സാണ്. 90 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമിങ്ങിനായാലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴായാലും നമുക്ക് അതിൻ്റെതായ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സൈഡിൽ നോക്കിയാലും മുകളിലായിട്ടൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വലിയ നോച്ചൊന്നുമല്ല, നമ്മൾ മുൻപ് അൺബോക്സ് ചെയ്ത M32 കണ്ട നോച്ചൊന്നുമല്ല, കുറച്ച് ചെറിയൊരു നോച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ കോമൺലി F സീരീസ് ഫോണാണ്. അതിന് വേണ്ടതായ രീതിയിലുള്ള എല്ലാവിധ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. സ്നാപ്ചാറ്റ്, ബൈജൂസ് ആപ്പ് ഉൾപ്പെടെ ഡെയിലി ഹണ്ട് തുടങ്ങി ഫോൺപേ, നെറ്റ്ഫ്ലിക്സ് തൊട്ട് എല്ലാ ഒരു 10-12 ആപ്പ് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുണ്ടോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് എബോട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എബോട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗാലക്സി F42 5G ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മോഡൽ നമ്പർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ 2 IMEI നമ്പറും കാര്യങ്ങളൊക്കെയും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാറ്ററി ഇൻഫർമേഷനകത്ത് 5000 mAh ആണ് ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 15 വാട്ടാണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. 25 വാട്ടിൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ കയറാൻ പറ്റും. കമ്പനി നമുക്ക് ഇതിൻ്റെ കൂടെ 15 വാട്ട് മാത്രം തരുന്നുള്ളത് മാത്രം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനകത്ത് കയറി ചെല്ലുമ്പോൾ UI 3.1 ഈ ഫോൺ പ്രവർത്തിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി UI എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ. ഞാൻ കുറച്ച് നേരം ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുമ്പോഴായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പഴയ ഒരു ഹാങ്ങോ ലാഗോ ഒന്നും ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അധികം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ ലെവലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ തന്നെ ഒരു ഏപ്രിൽ മെയ്യോട് കൂടി തന്നെ ഒരു ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റും കൂടി ഇതിനകത്ത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ഫോൺ ഒരു 5G ഫോണാണെന്ന് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് Dimensity 700 ആണ്. ഏകദേശം 12ഓളം ബാൻഡുകൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 5G എന്തെങ്കിലും നമ്മുടെ നാട്ടിനകത്ത് വരുമ്പോൾ നമുക്ക് 5G കൂടി കിട്ടുന്ന ഒരു മോഡലായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. 5Gക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും ബെറ്റർ ഓപ്ഷൻ വേറെ കിട്ടും. 4G ആയാലും വേറെ ഓപ്ഷൻ കിട്ടും. 5G 2024 തന്നെ വരുള്ളൂ എന്തായാലും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു ആവറേജ് ക്യാമറ തന്നെയാണ് വരുന്നത്. 64 MP ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പുഷ് ചെയ്യുന്നില്ല. ഒരു സാംസങ്ങിൻ്റെ ഫോണിന് വേണ്ടതായ ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിൽ 3 ക്യാമറകൾ വരുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇതിനെ ക്യാമറയെ കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് റിവ്യൂ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഒരു ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ക്യാമറയ്ക്കകത്തും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് സെൽഫി ക്യാമറ ആയാലും 8 മെഗാപിക്സലേ വരുന്നുള്ളൂ. ഈ 20 ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന ഫോൺ അത് 32 MP അല്ലെങ്കിൽ മിനിമം ഒരു 16 MP വരാറുണ്ട്. ഇവിടെ 8 മെഗാപിക്സലേ വരുന്നുള്ളൂ. ആ ഒരു 8 മെഗാപിക്സലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അതിൻ്റെതായ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു ഫോട്ടോകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ അത്യാവശ്യം ബ്യൂട്ടിഫിക്കേഷൻ മോഡിനകത്തൊക്കെയും ഫിൽറ്ററൊക്കെ ചെയ്ത് AI ഒക്കെ വന്നിട്ടാണ് ഈ ക്യാമറയിൽ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫോൺ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. 5G ആണ്. ഭാവിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനകത്തും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോൺ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ്. 5G ഫോണാണ്. 5G മാത്രമല്ല 128 GB സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ളൊരു മോഡൽ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.